Lights, camera, action. ഹലോ ഗേസ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് എനിക്ക് ലീവാണ്, അതുകൊണ്ട് ഞാൻ ഇത്തിരി ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്നൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടും പിന്നെ ഒരു ചെറിയ യാത്രയും കൂടി ഞാനകത്ത് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് നല്ലൊരു ചടങ്ങുണ്ട്, അതൊക്കെ വഴിയെ വീഡിയോയിലൂടെ കാണാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. രാവിലെ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ശരത്തേൻ്റെ കുടുംബ വീട്. ഞാൻ മുന്നേ പറഞ്ഞില്ലായിരുന്നു ഒരു ചടങ്ങ് നടക്കുന്നുണ്ടെന്ന്. അതിവിടെയാണ് നടക്കുന്നത്. ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരത്തേൻ്റെ അമ്മച്ചമ്മ മരിച്ചിട്ട് 1 വർഷം തികയാണ്. അപ്പോൾ അതിൻ്റെ ആണ്ടാണെന്ന്. അതിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നത്. റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ട്, എല്ലാവരും വരുന്നതൊക്കെ ഉള്ളൂ. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ഭാഗങ്ങളൊന്നും ഞാനത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. വായനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉച്ചയ്ക്ക് എല്ലാവരും കഴിക്കുകയാണ്. ഹായ്. അപ്പോൾ ഇനി എന്ന് പറയുന്നത് എൻ്റെ ആങ്ങള വന്നിട്ടുണ്ടായിരുന്നു. ഞാനും ആങ്ങളയും കൂടെ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഞങ്ങളൊരു യാത്ര പോകുന്നു. ഞാനും അമ്മയും ആങ്ങളയും കൂടിയാണ് കേട്ടോ പോകുന്നത്. ഇതാണ് മഹർഷിക്കാവ്. ഞാൻ ജനിച്ച് വളർന്ന നാടാണ് കേട്ടോ. ഞാൻ പറഞ്ഞ യാത്ര എന്ന് പറയുമ്പോൾ ഒരു 20 കിലോമീറ്ററിനകത്തുണ്ട് നമുക്കിവിടുന്ന് ദൂരം. നമ്മളിപ്പോൾ അടൂർ കഴിഞ്ഞ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇനി വരുന്നത് ലൈഫ് ലൈൻ ഹോസ്പിറ്റലാണ്. ഇതാണ് ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ. ഇവിടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. കോവിഡ് ടൈമിലായിരുന്നു കേട്ടോ. കോവിഡ് ടൈമും ഹോസ്റ്റൽ ജീവിതമൊക്കെ ആയിട്ട് ഞാൻ 1 വർഷത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. ഇനി വന്നിട്ട് ഇത് പഴകുളം പള്ളിയാണിത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. ഇന്ന് എന്തോ ഒരു വിശേഷ ദിവസമാണ്. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെയിൽ നല്ല ചൂടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കായംകുളം റൂട്ടിലോട്ടാണ് പോകുന്നത്. ഇപ്പം ഈ ഒരു പ്രദേശമൊക്കെ എത്തിയപ്പോൾ ആ വെയിലിൽ നിന്നും ഒരു ചെറിയൊരു ആശ്വാസമുണ്ട്. അപ്പോൾ ഗെയ്സ്, നമ്മൾ പറഞ്ഞ സ്ഥലം എത്തിയിരിക്കുന്നു. ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രം. നമ്മളങ്ങോട്ട് പോവുകയാണ്. ഇപ്പോൾ വൈകിട്ടൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നു ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്നും കാണുന്നില്ല. റോഡരികിലൊക്കെ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉള്ളതാണ്. നേരത്തെ രാവിലെ വരുന്ന സമയത്തൊക്കെ ആണെന്നെങ്കിൽ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട്. ചിലപ്പോൾ വൈകിട്ടാണെന്നും തോന്നുന്നു, കൃത്യമായിട്ട് അറിയില്ല. കച്ചവടക്കാരൊക്കെ ഇന്ന് അടവാണ്. എന്നിരുന്നാലും അമ്പലത്തിന് മുന്നിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ 2-3 കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഏകദേശം നമ്മൾ ഇച്ചിരി നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചോദിച്ചപ്പോഴും ഒരു 5 മണിക്കായിട്ടേ നട തുറക്കത്തുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് ഇവിടൊക്കെ ഒന്ന് കാണാം. സാധനങ്ങളൊക്കെ കുറച്ച് അമ്മ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയോ നുള്ളി പറക്കുന്നതൊക്കെ കണ്ട്. ഇതാണ് അമ്മ, ഇതപ്പോ. അവനിങ്ങനെ ഫോണിലൊക്കെ ഇങ്ങനെ റീൽ കണ്ടുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കും. ഇനിയിപ്പം നമ്മൾ നട തുറന്നു, അകത്ത് കയറിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങാണ്. അപ്പം നമ്മൾ അമ്പലത്തിൽ തൊഴുതിറങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ആൽമരം. കുളത്തിൽ മുന്നേ ഒന്ന് ഇറങ്ങിയതാ കേട്ടോ. അവന് പിന്നെ ആഗ്രഹം ഒന്നുകൂടെ കുളത്തിൽ ഇറങ്ങണമെന്ന്. അങ്ങനെ ഞങ്ങൾ പിന്നെയും കുളത്തിൻ്റെ അടുത്ത് വന്നതാണ്. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോയിൽ. ഇനി നമ്മളിപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഒരുപാട് നമുക്ക് പരിചയപ്പെടുത്താനൊക്കെ ഉണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. എന്നാൽ ഓക്കെ, ബൈ.